Objectives of teaching commerce at high secondary level in view of increasing demand. ഫസ്റ്റ് വരുന്ന കാര്യം ടു ബിൽഡ് ഇക്കണോമിക് ആൻഡ് കൊമേഴ്ഷ്യൽ അവയർനെസ്. നമ്മുടെ എക്കണോമിക്സിലെ ഡിമാൻഡ് സപ്ലൈ പോലുള്ള പല കൺസെപ്റ്റുകളും എങ്ങനെയാണ് പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടത് അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. ടു ഡെവലപ്പ് ബിസിനസ് അവയർനെസ്, പല ഫോംസ് ഓഫ് ബിസിനസ് ഏതൊക്കെയാണ്, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, അങ്ങനെ പല കാര്യം എങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അങ്ങനെ ബിസിനസ് അവയർനെസ് ഉണ്ടാകുന്നുണ്ട്. ടു എൻകറേജ് എൻ്റർപ്രണറിയൽ സ്കിൽസ്, റിസ്ക്കും റിവാർഡും തമ്മിലുള്ള കണക്ഷൻസ് എങ്ങനെ, അതേപോലെ തന്നെ ഒരു എൻ്റർപ്രണർ ആകുമ്പോൾ വേണ്ട എല്ലാ ക്വാളിറ്റീസും കൊമേഴ്സ് പഠിക്കുമ്പോൾ പഠിക്കുന്നുണ്ട്. ടു ഡെവലപ്പ് അനലിറ്റിക്കൽ ആൻഡ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. ഇപ്പോൾ അക്കൗണ്ടൻസി ആണെങ്കിലും ബിസിനസ് സ്റ്റഡീസ് ആണെങ്കിലും അതിനകത്ത് കുറേ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഫിനാൻഷ്യൽ റെക്കോർഡ്സ്, അതേപോലെ തന്നെ എങ്ങനെയാണ് ഇപ്പോൾ ഒരു ഡിസിഷൻ എടുക്കേണ്ടത്, എങ്ങനെയാണ്, അങ്ങനെ ഫുൾ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, അതിൻ്റെ സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ. ടു പ്രിപ്പയർ സ്റ്റുഡൻസ് ഫോർ പ്രൊഫഷണൽ കോഴ്സ് ആൻഡ് കരിയേഴ്സ്, CMA, CS, CA ഒക്കെ സ്റ്റുഡൻസ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് കൊമേഴ്സ് കഴിഞ്ഞിട്ട്. ടു ഫോസ്റ്റർ എ ഗ്ലോബൽ ഔട്ട്ലുക്ക്, ടു ഇൻസ്റ്റിൽ എത്തിക്കൽ ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, CSR പോലത്തെ കൺസെപ്റ്റുകളൊക്കെ പഠിപ്പിക്കുമ്പോൾ എന്താണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീൻ്റെ പ്രാധാന്യം അവർ മനസ്സിലാക്കും. ടു പ്രൊമോട്ട് ഫിനാൻഷ്യൽ ലിറ്ററസി, എങ്ങനെ ഫിനാൻഷ്യൽ ലിറ്ററസി ഉണ്ടാവുക, ഫിനാൻഷ്യൽ പ്ലാനിങ് എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൊമേഴ്സിലൂടെ പഠിക്കുന്നുണ്ട്.